അമ്മ, ഇതിൻ്റെ അകത്ത് ഈ ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച അഡ്വക്കേറ്റ് ആളൂരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇതിന് പിന്നിൽ, ഇയാൾക്ക് പിന്നിൽ ആരായിരുന്നു, ആളൂരിനെ അടക്കം രംഗത്തിറക്കിയത് ആരായിരുന്നു എന്ന് ഒരു പക്ഷേ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അറിയണമെന്ന് പറയണതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഒരു റോട്ട് കിടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തന് അവന് വേണ്ടിയിട്ട് ഈ ഒരു ആളൂരാൻ, ഇത്രയും വലിയൊരു വക്കീൽ, ആളൂരാൻ വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, എല്ലായിടത്തും വന്നു, ഒപ്പം നിന്ന് കേസ് വാദിക്കാൻ വന്നു. എന്നിട്ട് സുപ്രീം കോടതി വരെ അവൻ കൂടെ നിന്നു. അന്നേ ജനം അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് എറിയുന്ന കല്ല് തിരിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും, അന്ന് നീ പൊട്ടിത്തെറിക്കും എന്ന് അന്നേ ആ ജനം മൊത്തം അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് പോയില്ലേ. ഞാൻ ഈ ആളൂരാൻ വക്കീലിനോട് ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഈ വാദിച്ച് കണ്ട പണം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടോ? ചത്തു പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോവില്ല. അവൻ കൊണ്ടുപോയത് എന്താ? ഈ പണമെല്ലാം അവന്റെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുപോയോ അവൻ? ഈ ദുഷ്ടന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയോ? ഒരാൾക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാരും പോകുമ്പോ ഒന്നും കൊണ്ടുപോവില്ല. എന്തിനു പിന്നെ അവൻ ഇത് ചെയ്തത്? ഇവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് നീതി കിട്ടിയിരുന്നു. ആ നീതി പോലും നിഷേധിച്ചു. എന്നിട്ട് അവൻ ചത്തുപോയില്ലേ? അവൻ അനുഭവിക്കേണ്ട മുഴുവൻ അവൻ അനുഭവിച്ചിട്ട് തന്നെയാ പോയിരിക്കണത്. ആളൂരാൻ വക്കീല്, ഇനി ഒരു വക്കീല് അങ്ങനെ ഒരു വരില്ലല്ലോ, വരാതിരിക്കട്ടെ. ഇനി ഇതുപോലുള്ള ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു വക്കീൽമാർ ഇറങ്ങാതിരിക്കട്ടെ. ഇതുപോലുള്ള വക്കീൽമാര് ഇതേപോലത്തെ കേസിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ആളൂരാൻ വക്കീലിനെ പോലെ പണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുള്ളൂ അവസാന കാലത്ത്. അതുണ്ടാവുള്ളൂ. പണം സമ്പാദിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും അനുഭവിക്കാൻ അവർക്ക്. തീർച്ചയായും അതൊക്കെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. നമ്മൾ മലയാളികൾ കേട്ടതും കണ്ടതും ഒക്കെ അതാണ്. എന്താണ് ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ എത്തിയവർക്ക് സംഭവിച്ചതെന്നൊക്കെ കാലം നമുക്ക് കാട്ടിത്തന്നാണ്. അമ്മ, അവസാനമായ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ സ്വാഭാവികമായും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടണമെങ്കിൽ ഗോവിന്ദചാമിക്ക് പല ഉന്നതരുടെയും സഹായം ലഭിച്ചു കാണണം. അവരെ കണ്ടെത്താൻ വേണ്ടി, അവർക്ക് ശക്തമായ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി അമ്മയുടെ ഭാഗത്ത് നിന്ന് നീക്കം എന്താണ്? മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കമുണ്ടാകുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ രാവിലത്തെ ഈ ഷോക്ക് എന്നിട്ട് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. നമുക്ക് അവനെ പിടിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിറയൽ മാറിയിട്ടില്ല. അപ്പം അതെന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിന് ഞാൻ എത്തും. കാരണം എനിക്ക് ഇത്രയും വലിയൊരു ജയിലിൽ ചാടണമെങ്കിൽ പിന്നെ മറ്റുള്ളവർ സഹായിക്കാതെ ഒരിക്കലും അവന് ജയിലിൽ ചാടാൻ പറ്റില്ല. ഇത് സാധാരണ ഒരു മതിലല്ല അത്, സാധാരണ ഒരു ജയിലല്ല അത്. ഇത്രയും പോലീസുകാരും കാര്യങ്ങളും എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ചൊന്നുമല്ല ഈ കണ്ണൂർ ജയിലിൽ ഉള്ള പോലീസുകാർ. അത്രയും പോലീസുകാരുടെ കണ്ണും ഇതെല്ലാം വെട്ടിച്ച് ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ ഒരാളില്ലാതെ അവനെന്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവൻ കണ്ണൂർ ജയിലിൽ നിന്ന് അവൻ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ട്. അതിന് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കണ്ണൂര് പപ്പൻ ജയിലിൽ ചാടിയപ്പോഴത്തേനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് നായ അടക്കം പിന്നാലെ ഓടി. ഈ പോലീസുകാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പോയി. എല്ലാവരും അതിൽ സഹകരിച്ചു. പറഞ്ഞ കണ്ണൂരുള്ള ജനങ്ങളും, ആ കണ്ണൂരുള്ള ജനങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂരിൽ നിന്ന് ഇന്നും ഞാനത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മോള് പോയി ഇത്രയും വർഷങ്ങളായെങ്കിൽ പോലും ഈ കണ്ണൂർ നാട്ടിൽ ഒരുപാട് ജനം എന്നെ വിളിച്ച് ചോദിക്കും ഇപ്പോഴും, അമ്മ സുഖാന്നോ, സൗമ്യയുടെ അമ്മയ്ക്ക് സുഖാന്നോ, സുഖമായിരിക്കുന്നു അമ്മ. ഇപ്പം സന്തോഷിൻ്റെ ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സൗമ്യനെ ആരും മറന്നിട്ടില്ല, ഒരാളും അവളെ മറക്കൂല. ഈ ഗോവിന്ദചാമിനെ ആരെങ്കിലും മറക്കൂ? അപ്പം ആരും മറക്കില്ല. അവൻ്റെ മരണം വരെ അവനാരും മറക്കില്ല. അപ്പം ആ മറക്കാത്ത കാരണം കൊണ്ടാണ് ഇന്ന് ആ ആള് ആരാണ്, എനിക്ക് അയാൾക്ക് ഞാനൊരു സലോട്ട് കൊടുക്കണം എന്ന് എനിക്കുണ്ട്, അയാളൊന്ന് കൈ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾക്ക് ഈ ഗോവിന്ദചാമിനെ ഒന്ന് വിളിക്കാൻ തോന്നിയതും അയാളെ ഇങ്ങനെ എല്ലാവരും അറിയിക്കാൻ തോന്നിയതും പിടിച്ചതും
അത് തന്നെയാണ് അതിൻ്റെ ഇത്. അവൻ എവിടെ പോയിട്ടും കാര്യമില്ല, അവനെ നമ്മുടെ ഈ ജനം പിടിക്കും. കാരണം ഇന്നും അവനോട് സൗമ്യയുടെ കാര്യം ഓർക്കുമ്പോൾ ഇന്നും അമർഷമുള്ള ഒരുപാട് ജനം ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എൻ്റെ മകളായിട്ട് തന്നെ ഇന്നും ഞാൻ അറിയപ്പെടുന്നത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് എവിടെ ചെന്നാലും ഞാൻ പോലും അറിയില്ല ഓരോ നാട്ടിൽ ചെന്ന് അയ്യോ ഇത് സൗമ്യയുടെ അമ്മയല്ലേ പോയതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൂര് അത് തന്നെയാണ് എൻ്റെ വിജയം. എൻ്റെ വിജയവും അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടിയിട്ട് അന്ന് എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചപ്പം ഈ പത്രക്കാരും ചാനലുകാരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും അവരുടെ വായെന്നാണ് ഞാനിത് ആദ്യം കേട്ടത്. എൻ്റെ വീട്ടിലിപ്പോൾ ടി വി ഇല്ലേ, അത് കാരണം കൊണ്ട് ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ വിവരം വീട്ടിൽ പറഞ്ഞത്. അപ്പം ഇനിയും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെൻ്റെ കൂടെ ഉണ്ടാവും. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇനി വരുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കൂടെ എനിക്ക് എല്ലാം ബലമാണ്. ഇതുപോലെ കുറേ ജനമുണ്ട് എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയാത്ത കുറേ ജനങ്ങൾ സൗമ്യ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരുപാട് ചേച്ചി ചേട്ടാ അങ്ങനെയുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഇത് എന്നും എൻ്റെ ജീവിതത്തിലുള്ളിടത്തോളം കാലം വരെ ഞാൻ തളരാതെ പിടിച്ചു നിൽക്കും. തീർച്ചയായും മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമാണ് സൗമ്യയുടേത്. സൗമ്യയെ എത്രത്തോളം മലയാളികൾ ഇവിടുത്തെ ഓരോ അമ്മമാരും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ അമ്മയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് സൗമ്യയുടേതാണ്. മലയാളി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പേര് ഗോവിന്ദചാമിയുടേതാണ്. കാരണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗോവിന്ദചാമിയുടെ അന്ത്യം തന്നെയാണ് സാധാരണ ഒരു മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലുള്ള കൊടും കുറ്റവാളി പുറത്തിറങ്ങി നടന്നാൽ മറ്റ് പെൺമക്കളുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. അങ്ങനെ ഓരോ മക്കൾക്ക് വേണ്ടിയാണ്, പെൺമക്കൾക്ക് വേണ്ടിയാണ് ഈ അമ്മയുടെ പോരാട്ടവും. അത്രയധികം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 14 വർഷത്തോളം തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഉള്ള പോരാട്ടം നടത്തുന്ന സൗമ്യയുടെ അമ്മ സുമതി, അമ്മയുടെ കണ്ണീര് മലയാളികളുടെ നെഞ്ചിലുണ്ട്, മനസ്സിലുണ്ട്. കാരണം ഈ അമ്മയ്ക്കൊപ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്, ആരുടെയൊക്കെ കരങ്ങളുണ്ട്, അവരെയും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം സ്പോട്ട് ലൈവിൽ തത്സമയം ഇരുന്ന തൻ്റെ വിഷമങ്ങൾ പങ്കുവെച്ച, വേദന പങ്കുവെച്ച സൗമ്യയുടെ അമ്മ പ്രത്യേകം നന്ദി. എന്തായാലും അമ്മയുടെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുമുണ്ടാകും, മാധ്യമങ്ങളുണ്ടാകും, മലയാളികളുണ്ടാകും. എന്താണ് ഇന്ന് പുലർച്ചെ മുതൽ കണ്ണൂർ സെൻട്രൽ ജയിൽ മുതൽ സംഭവിച്ചത് വിശദമായി തന്നെ പരിശോധിക്കണം. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ആരുടെയൊക്കെ കരങ്ങൾ അതിന് പിന്നിലുണ്ട്. KV ബൈജുവും സുമേഷ് മൊറാഴിയും വീണ്ടും ചേരും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.